ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വളരെ വളരെ സന്തോഷകരമായ ഭക്തി നിർഭരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മഹാഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് വേണം ഈ കഥ കേൾക്കാൻ. ഭക്തിയോടുകൂടി കണ്ണടച്ച് സർവേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന് ഈ കഥ കേൾക്കണം, മുഴുവനും കേൾക്കണം. നമുക്ക് ആ കഥാഭാഗത്തിലേക്ക് കടക്കാം. ഗരുഡനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. ഒരിക്കൽ ഈ ഗരുഡന് തോന്നുകയാണ്, ഞാൻ കശ്യപൻ്റെ പുത്രനാണ്, അതുപോലെ തന്നെ സൂര്യൻ്റെ സാരഥിയായ അരുണൻ്റെ അനുജനാണ്. എൻ്റെ അമ്മ വിനീതയ്ക്ക് അമ്മയുടെ സഹോദരി കദ്രുവിനോട് ഒരു ദാസ്യമുണ്ടായിരുന്നു. ആ ദാസ്യം തീർത്തവനാണ്, അങ്ങനെ അമ്മയെ രക്ഷിച്ചവനാണ്. ഈ പക്ഷികുലത്തിൻ്റെ രാജാവാണ്. അതുപോലെ അമൃതകുംഭം കൊത്തിയെടുത്തുകൊണ്ട് പറന്നവനാണ്. മന്ധരപർവ്വതത്തെ ഒറ്റയ്ക്ക് കൊത്തിക്കൊണ്ട് വന്നവനാണ്. അതുമാത്രമല്ലല്ലോ, ലോകരക്ഷകനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. ഇതിനേക്കാൾ കൂടുതൽ എന്തു ശ്രേഷ്ഠതയാണ് എനിക്ക് വേണ്ടത്? അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കുന്നത്? ഇങ്ങനെയൊരു തോന്നൽ പക്ഷീന്ദ്രനായ ഗരുഡന് ഉണ്ടായി. അതോടുകൂടി ഗരുഡൻ അഹങ്കാരിയായി തീർന്നു. ആ സമയത്ത് ഇങ്ങ് ദ്വാരകയിൽ ബലരാമൻ ചിന്തിക്കുകയാണ്, യദുവംശത്തിൻ്റെ രാജാവ് വൃദ്ധനായ ഉഗ്രസേനനാണ്. എങ്കിലും യഥാർത്ഥത്തിൽ രാജാവ് ഞാൻ തന്നെയാണ്. എല്ലാ കാര്യവും എൻ്റെ വരുതിയിലാണ് നടക്കുന്നത്. കൃഷ്ണൻ പോലും എന്നെ ഭയപ്പെടുന്നു, പല കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിനു വിരുദ്ധമായി ഇവിടെ ഒരു കാര്യവും നടക്കാറുമില്ല. പലപ്പോഴും കൃഷ്ണനെ ഞാൻ എൻ്റെ വരച്ച വരയിൽ നിർത്താറുമുണ്ട്. എന്തിനു പറയുന്നു? ഹസ്തിനപുരത്തിലെ രാജാവായ ദുര്യോധനൻ പോലും എന്നെയാണ് കുമ്പിടുന്നത്. ഹസ്തിനപുരം രാജധാനി പോലും എൻ്റെ കലപ്പയാൽ കൊളുത്തി വലിച്ച് ചരിഞ്ഞു നിൽക്കുന്നത് ഇന്നും എന്നും എല്ലാവരും കാണുന്ന കാഴ്ചയാണ്. അതുമൂലം എൻ്റെ ബലവും പ്രതാപവും ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുകയാണ് ബലരാമൻ. എന്നിട്ട് അഹങ്കാരത്തോടു കൂടി വന്നിട്ട് കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, ഒരു കാര്യം ഞാൻ പറയണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു. നീ തെറ്റിദ്ധരിക്കരുത്. രാജ്യകാര്യങ്ങളിൽ നീ അധികം ഇടപെടുന്നത് ശരിയല്ല. അത് എൻ്റെ പദവിക്ക് ദോഷമാണ്. പലരും നിന്നെ വന്നു കണ്ടിട്ട് മടങ്ങുന്നു, എന്നെ കാണുന്നില്ല. അത് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് രാജ്യകാര്യങ്ങളിലൊന്നും നീ ഇനി തലയിടരുത്. ഇങ്ങനെ പറയുകയാണ് ബലരാമൻ. അത് കേട്ടപ്പോൾ ഒരു ചിരിയോടുകൂടി കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ജ്യേഷ്ഠ, എനിക്ക് സന്തോഷമായി. അല്ലെങ്കിൽ തന്നെ അധികമായി ജോലി ചെയ്ത് ഞാൻ ആകെ തളർന്നിരിക്കുന്നു. ജ്യേഷ്ഠൻ ഇപ്പോഴെങ്കിലും ഇത് പറയാൻ തോന്നിയല്ലോ, മഹാഭാഗ്യം. ഇനി എന്നെ കാണാൻ വരുന്ന ജനങ്ങളോടെല്ലാം ഞാൻ ജ്യേഷ്ഠനെ വന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞുകൊള്ളാം. ഇങ്ങനെ പറയുകയാണ് കൃഷ്ണൻ. അതുപോലെ മറ്റൊരാൾ ദ്വാരകയിലുണ്ടായിരുന്നു. ആരാണത്?
ഭാമ, സത്യഭാമ. ആ സമയത്ത് സത്യഭാമയ്ക്കും ഒരു അനാവശ്യമായ അഹങ്കാരം ഉണ്ടായിരുന്നു. താനാണ് സുന്ദരി. തന്നോടാണ് കൃഷ്ണന് ഏറ്റവും കൂടുതൽ സ്നേഹം. കൃഷ്ണൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും തൻ്റെ കൂടെയാണ്. താൻ യുദ്ധസമർത്ഥയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെയാണ് കൃഷ്ണൻ കൂടെ കൂട്ടുന്നത്. എന്തിനു പറയുന്നു? നരകാസുരനെ വധിക്കാൻ പോയ സമയത്തും എന്നെയാണ് കൂടെ കൂട്ടിയത്. ഞാൻ നിസാരക്കാരിയാണോ? സൂര്യഭഗവാനെ തപസ്സു ചെയ്ത് ശ്രേഷ്ഠമായ സ്യമന്തകം വാങ്ങിയ യാദവ പ്രമാണി സത്രാജിത്തിൻ്റെ പുത്രിയല്ലേ താൻ? ആ നിലയിൽ തനിക്ക് എന്തായാലും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം ഉണ്ട്. അതുകൂടാതെ പാരിജാതം തൻ്റെ മണിമുറ്റത്താണ് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത് കൃഷ്ണൻ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സത്യഭാമയും അല്പം അഹങ്കരിച്ചു. ഇതെല്ലാം സർവേശ്വരൻ അറിയുന്നുണ്ട്. ഇവരുടെ അഹങ്കാരം, ഈ 3 പേരുടെയും അഹങ്കാരം നശിപ്പിക്കണം എന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. അദ്ദേഹം അതിനൊരു അവസരത്തിനു വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവലോകത്ത് സകല ദേവന്മാരും ഇരിക്കുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയുണ്ട്, മറ്റു മുനിശ്രേഷ്ഠന്മാർ എല്ലാവരുമുണ്ട്. ആ അവസരത്തിൽ അവിടേക്ക് നാരദർ കടന്നു വരികയാണ്. നാരദർ കടന്നു വന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന സകലമാന ദേവകളും മുനികളും എഴുന്നേറ്റു നിന്ന് നാരദരെ വന്ദിച്ചു. ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു ആ ആൾ? പക്ഷീന്ദ്രനായ ഗരുഡൻ. ഗരുഡൻ പക്ഷേ അനങ്ങിയില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ദേവൻ ഗരുഡനോട് ചോദിച്ചു, അങ്ങ് കണ്ടില്ലേ നാരദമുനി വന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് നാരദരെ ബഹുമാനിക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഗരുഡൻ പറയുകയാണ്, ആ ഏഷണിക്കാരനായ ഏടാകൂടക്കാരൻ മുനിയെ ആരെങ്കിലും ബഹുമാനിക്കുമോ? നിങ്ങൾക്ക് ബഹുമാനിക്കാം, പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ഈ ഗരുഡൻ ആ ദേവനോട് പറഞ്ഞു. ഇത് നാരദർ കേട്ടു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. പക്ഷേ എന്തു പറയാൻ സാധിക്കും? മഹാവിഷ്ണുവിൻ്റെ വാഹനമല്ലേ, ഒന്നും മിണ്ടിയില്ല. എങ്കിലും താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ നാരദർക്കുണ്ടായി. നാരദർ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ദ്വാരകയിലേക്ക് വന്നു. കൃഷ്ണൻ നാരദരെ ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, സുഖം തന്നെയല്ലേ? ഇപ്പോൾ ദേവലോകത്തു നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. അതിഥി ദേവിയുടെ കുണ്ടലം തിരിച്ചു കിട്ടിയതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇങ്ങനെയൊക്കെ കൃഷ്ണൻ ചോദിച്ചു. അപ്പോൾ നാരദർ പറഞ്ഞു, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കുണ്ടലം തിരിച്ചു കിട്ടിയതുകൊണ്ട് അതിഥി മാതാവിന് വലിയ സന്തോഷമായി. എങ്കിലും ഇന്ദ്രൻ്റെ സദസ്സിൽ വെച്ച് അങ്ങയുടെ വാഹനമായ ഗരുഡൻ എന്നെ ഒന്ന് അപമാനിച്ചു. പക്ഷിയല്ലേ, വിശേഷ ബുദ്ധിയില്ലാത്ത ജന്തുവായതുകൊണ്ട് എനിക്കതിൽ വലിയ പരിഭവം ഒന്നുമില്ല. എങ്കിലും ബ്രഹ്മദേവൻ്റെ പുത്രനായ നാരദനെ ഇങ്ങനെ ആരും പരസ്യമായി അപമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ കൃഷ്ണൻ ചോദിച്ചു, എന്തു പറ്റി മഹാമുനി? എല്ലാ കാര്യവും തുറന്നു പറയൂ. ഗരുഡൻ അങ്ങയോട് എന്തു ചെയ്തു? ഉടൻ തന്നെ അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും നാരദർ നല്ല വിസ്തരിച്ചു തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സാരമില്ല, പോട്ടെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അങ്ങ് സത്യഭാമയെ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നാരദർ ചിന്തിക്കുകയാണ്,
ഇന്ദ്രന്റെ സദസ്സിൽ വെച്ച് ഗരുഡനാണ് അഹങ്കാരം കാണിച്ചത്. അതിന് ഭാമയെ എന്തിനാണ് വിളിക്കുന്നത്? എന്തായാലും സർവേശ്വരൻ കൽപ്പിച്ചതല്ലേ, വിളിച്ചേക്കാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാരദർ സത്യഭാമയുടെ അന്തഃപുരമുറിയുടെ വാതുക്കൽ ചെന്നിട്ട്, ഭാമാദേവി, ശ്രീകൃഷ്ണ ഭഗവാൻ ദേവിയെ വിളിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. യാതൊരു പ്രതികരണവുമില്ല. ഭാമ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഭാമ ഒരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ സൗന്ദര്യം പരിശോധിക്കുകയാണ്. മുടി ചീകുന്നു, പൊട്ടുതൊടുന്നു, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നാരദർ വീണ്ടും വിളിച്ചു പറഞ്ഞു, ദേവി, ഭഗവാൻ വിളിക്കുന്നു. അനക്കമില്ല. നാരദർ വിഷമിച്ചു. ഒരു നാണക്കേട് തോന്നി നാരദർക്ക്. എങ്കിലും വീണ്ടും നാരദർ ഒന്നുകൂടി പറഞ്ഞു, ദേവി, ചെവി കേൾക്കുന്നില്ലേ? ഭഗവാൻ വിളിക്കുന്നു. ഉത്തരമില്ല. ഭാമ മുടി ചീകിക്കെട്ടി മുടിയിൽ പൂക്കൾ ചൂടുകയാണ്. തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇങ്ങനെയൊരവസ്ഥ നാരദർക്ക് വലിയ ദുഃഖമുണ്ടാക്കി. നാണക്കേട് തോന്നി. താൻ അപമാനിക്കപ്പെട്ടു എന്ന് നാരദർക്ക് തോന്നി. പക്ഷേ സർവേശ്വരൻ്റെ ഭാര്യയല്ലേ, സഹിച്ചു. തിരിച്ച് കൃഷ്ണൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഭാമയെ ഞാൻ വിളിച്ചു, പക്ഷേ ഭാമ തിരിഞ്ഞു നോക്കിയില്ല, എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എന്ന് സങ്കടത്തോടു കൂടി നാരദർ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഭാമയും നാരദരെ അപമാനിച്ചു അല്ലേ? സാരമില്ല, പോട്ടെ. അങ്ങൊരു കാര്യം ചെയ്യുക. കദളീ വനത്തിൽ ശ്രീ ഹനുമാൻ ഇരിപ്പുണ്ട്. അങ്ങ് ഒന്നവിടം വരെ പോയി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാമോ? സംശയിക്കേണ്ട, ഹനുമാൻ അങ്ങയെ അപമാനിക്കില്ല. അപ്പോൾ നാരദർ വീണ്ടും ചിന്തിക്കുകയാണ്. ഗരുഡൻ അപമാനിച്ചു, ഇപ്പോൾ ഭാമയും അപമാനിച്ചു. ഇനി ഞാൻ എന്തിന് ഹനുമാനെ വിളിക്കാൻ പോണം? വീണ്ടും അപമാനിക്കപ്പെടാനാണോ? ഹനുമാനും ഇവരുമായി എന്തു ബന്ധം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് നാരദര്. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, മുനെ, അങ്ങ് വിഷമിക്കണ്ട, ഒന്ന് വിളിച്ചുകൊണ്ടുവരൂ. ഭഗവാൻ പറഞ്ഞതല്ലേ, വിളിച്ചുകൊണ്ടുവരാം എന്ന് ചിന്തിച്ചുകൊണ്ട് നാരദര് കദളീവനത്തിലേക്ക് പോയി. കദളീവനത്തിൽ ചെന്നു. ഹനുമാനെ കണ്ടു. ഹനുമാൻ എന്തെടുക്കുകയാണ്? ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കണ്ണുമടച്ചിരുന്ന് ധ്യാനിക്കുകയാണ്. നാരദർ അടുത്തു ചെന്നു വിളിച്ചു, അല്ലയോ വായുപുത്ര, ആഞ്ജനേയ, ഭക്തജനപ്രിയനായ ഭഗവാൻ ഗോപാലകൃഷ്ണൻ കൽപ്പിച്ചിരിക്കുന്നു ഭഗവാൻ ഒന്ന് ദ്വാരക വരെ ചെല്ലണം എന്ന്. ശബ്ദം കേട്ടിട്ട് ഹനുമാൻ ഒന്ന് ഗർജിച്ചു ദേഷ്യത്തോടുകൂടി. എന്നിട്ട് വീണ്ടും കണ്ണുമടച്ചിരുന്ന് ധ്യാനിച്ചു. യാതൊരു പ്രതികരണവും ഇല്ല. നാരദര് വീണ്ടും പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു ദ്വാരക വരെ ചെല്ലണമെന്ന്. അപ്പോഴേക്കും ഹനുമാന് ദേഷ്യം വന്നു. ഹനുമാൻ കണ്ണു തുറന്നു. എന്നിട്ട് അലറിക്കൊണ്ട് ചോദിച്ചു, ഏത് കൃഷ്ണൻ? ഇങ്ങനെയാണ് ചോദിച്ചത്. ഇങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും കണ്ണുമടച്ച് ധ്യാനിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് നാരദർക്ക് മനസ്സിലായത്, കൃഷ്ണനെ ഹനുമാൻ അറിഞ്ഞുകൂടാ. കൃഷ്ണനോട് ഭക്തിയുമില്ല. ആകപ്പാടെ ഹനുമാൻ അറിയാവുന്നത് രാമനെയാണ്. മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാന്റെ രഥത്തിൻ്റെ കുടിക്കൂറയിൽ ഹനുമാനുണ്ട്. പക്ഷേ അപ്പോഴും ഹനുമാൻ ചിന്തിക്കുന്നത്, ഇവിടെ യുദ്ധം നടക്കുന്നു, പാർത്ഥൻ യുദ്ധം ചെയ്യുന്നു, ഈ കൃഷ്ണൻ പാർത്ഥൻ്റെ സാരഥിയാണ്, അതല്ലാതെ മഹാവിഷ്ണുവിൻ്റെ അവതാരം, അങ്ങനെയൊരു ചിന്തയൊന്നും ഹനുമാനില്ല. രാമനാമം മാത്രമേ ഹനുമാൻ അറിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ നാരദർക്ക് മനസ്സിലാവുകയും നാരദർ എന്തു ചെയ്തു? രാമനാമം
ജപിക്കുകയും ചെയ്തു. വീണ മീട്ടി മനോഹരമായി ശ്രീരാമൻ്റെ നാമങ്ങൾ പാടി. രാമനാമം കേട്ടതും ഹനുമാന് ഭക്തിയായി. ആ ഭക്തിയിൽ മുഴുകി എവിടെയാണോ രാമനാമം കേൾക്കുന്നത് അങ്ങോട്ടേക്ക് കണ്ണുമടച്ച് നടക്കാൻ തുടങ്ങി. നാരദർ നടന്നു, പുറകെ ഹനുമാനും. നാരദർ പാടുന്നുണ്ട്. അങ്ങനെ നടന്ന് ഇവർ ദ്വാരകയിലെത്തി ഒരു പൂന്തോട്ടത്തിൽ ഹനുമാനെ കൊണ്ടുവന്നിരുത്തുന്നു. നാരദർ പാട്ടു നിർത്തി. ഹനുമാൻ കണ്ണു തുറന്നു നോക്കി. കദളീവനമല്ല, പിന്നെ ഇതെവിടെയാണ് താൻ വന്നിരിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചു. ദേഷ്യവും വന്നു. അപ്പോൾ ഹനുമാൻ എന്തു ചെയ്തു എന്നറിയാമോ? ആ പൂന്തോട്ടത്തിലെ പൂക്കളും മരങ്ങളുമെല്ലാം നശിപ്പിച്ചു. അത് കണ്ടോണ്ട് ഉദ്യാനപാലകർ ഓടി വന്നു. അവരെ ഒരൊറ്റടി കൊടുത്തു. ഏകദേശം ചാവാറായി എന്നുള്ള അവസ്ഥയിൽ അവരവിടെ വീണ് കിടന്നു. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡനെ മനസ്സിൽ ധ്യാനിച്ചു. അതുകൊണ്ട് തന്നെ ഗരുഡനും അവിടെ എത്തിച്ചേർന്നു. ഈ ഉദ്യാനപാലകർ വീണ് കിടക്കുന്ന വിവരം, അവിടെ ഒരു കുരങ്ങൻ കയറി അവിടെയൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ള വിവരം ബലരാമനോട് ചെന്ന് ചില ഭടന്മാർ പറഞ്ഞു. ബലരാമൻ ഉടൻ തന്നെ ഗരുഡനെ വിളിച്ചു. ഗരുഡനോട് പറഞ്ഞു, അവിടെ ഒരു കുരങ്ങൻ കിടന്ന് നശിപ്പിക്കുന്നു, ഭടന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് നീ പോയി അവനെ കൊല്ലാതെ കുത്തിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. അത് കേട്ടതും ഗരുഡൻ ഹനുമാന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചിറകു വിരിച്ച് ഹനുമാനെ കൊത്താനായിട്ട് ചെന്നു. ഹനുമാൻ ഒരൊറ്റടി കൊടുത്തു. ഗരുഡൻ ദേ മാറിക്കിടക്കുന്നു. ചോരയൊക്കെ തുപ്പി ഏകദേശം ചാവാറായി എന്നുള്ള മട്ടിൽ അവിടെ കിടക്കുന്നു. എല്ലാവരും ഇത് കണ്ടു. ഭടന്മാരൊക്കെ അവരെല്ലാം പേടിച്ചു. അവരെല്ലാവരും കൂടി ഓടി ബലരാമൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ സാധാരണക്കാരനായ കുരങ്ങനല്ല, ഏതോ മായാവിയാണ്. ദേ ഗരുഡനെയും അടിച്ച് വീഴ്ത്തിയിരിക്കുന്നു. അത്ര വലിയ കുരങ്ങനോ? ഒന്ന് കാണണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ബലരാമൻ കലപ്പയുമൊക്കെ എടുത്തുകൊണ്ട് ഈ ഹനുമാൻ്റെ അടുത്തേക്ക് പോയി. അതിനുശേഷം ഹനുമാനും ബലരാമനും തമ്മിൽ ഒരു യുദ്ധം അവിടെ നടന്നു. യുദ്ധത്തിൻ്റെ ഒടുവിൽ ഹനുമാൻ ബലരാമനെ അടിച്ചു വീഴ്ത്തി. ബലരാമനും ഏതാണ്ട് ചതഞ്ഞ മട്ടായി, ശരീരമൊക്കെ ആ അടികൊണ്ട് ചതഞ്ഞു. ഇതും കൂടി കണ്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മറ്റു ഭടന്മാർക്ക് ആകെ പേടിയായി. അവരോടി ഓടി ഓടി അവരെവിടെ ചെന്നു? കൃഷ്ണൻ്റെ അടുത്തു ചെന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണോ? ജ്യേഷ്ഠനെ വരെ അടിച്ചു വീഴ്ത്തിയെങ്കിൽ അത് സാധാരണക്കാരനായ ഒരു കുരങ്ങനല്ല, അത് ഹനുമാനായിരിക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ എൻ്റെ രൂപത്തിൽ ഹനുമാന്റെ അടുത്തേക്ക് ചെന്നാൽ ഹനുമാൻ ചിലപ്പോൾ എന്നെയും ഉപദ്രവിച്ചു എന്ന് വരാം. കാരണം ഹനുമാന് രാമനെ മാത്രമേ അറിയൂ. അതുകൊണ്ട് ഞാൻ രാമൻ്റെ രൂപത്തിൽ ഹനുമാന്റെ അടുത്തേക്ക് പോകാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ രാമനായി പോകുമ്പോൾ സീതയും വേണം. ഇപ്പം ആരാണ് സീതയായി എൻ്റെ കൂടെ വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൃഷ്ണൻ ഭാമയുടെ നേർക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഭാമേ, പെട്ടെന്ന് പോയി സീതയായി ഒരുങ്ങി വരൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഭാമ തൻ്റെ മണിയറയിൽ പ്രവേശിച്ച് തൻ്റെ നിബിഡമായ മുടി ഒരു പ്രാകൃതമായ വിധം അഴിച്ചിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളും അണിഞ്ഞ് മുഖത്തും ശരീരത്തിലും അഴുക്കു പറ്റിച്ച് മ്ലാനവദനയായി തിരിച്ചു വന്നു. അതായത് അശോകവനത്തിലിരിക്കുന്ന സീതയെ പോലെ. അങ്ങനെ ആയിരിക്കണം സീത എന്നാണ് ഭാമ സങ്കല്പിച്ചത്. ആ സീതയെ ആണല്ലോ ഹനുമാൻ കണ്ടത്. ഇങ്ങനെയൊക്കെ ആദ്യമായി ഹനുമാൻ കണ്ടത് അങ്ങനെയൊരു സീതയല്ലേ? അങ്ങനെയൊക്കെയാണ് ഭാമ വിചാരിച്ചത്. ഭാമയുടെ ഈ വേഷം കണ്ട് മുകുന്ദൻ ഭാമയുടെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാണോ സീത? ഇങ്ങനെ ചോദിച്ചു. ഭാമ തലകുനിച്ചു.
ഇങ്ങനെയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്. എന്നിട്ട് തൊട്ടടുത്തു നിന്നിരുന്ന രുക്മിണീദേവിയോട് കൃഷ്ണൻ പറഞ്ഞു, വൈദർഭി, ഉടൻ തന്നെ സീതയാവുക. പെട്ടെന്നു തന്നെ രുക്മിണീദേവി ഭർത്താവിൻ്റെ പാദങ്ങൾ വന്ദിച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ദേവി അംബികെ, ഞാൻ പരിശുദ്ധയായ പതിവ്രതയാണെങ്കിൽ ആര്യപുത്രൻ്റെ ഹിതമനുസരിച്ച് സീതയാവട്ടെ. ഇങ്ങനെയാണ് രുക്മിണീദേവി ഭഗവതിയോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ രുക്മിണീദേവി ത്രേതായുഗത്തിലെ ജനകപുത്രിയായ സീതയായി രൂപം മാറി. ആ സമയം കൊണ്ട് കൃഷ്ണൻ കോദണ്ഡപാണിയായ രാമനായി കഴിഞ്ഞിരുന്നു. അത്ഭുതം! എന്തിനും സമർത്ഥയാണെന്നും മഹാസുന്ദരിയാണെന്നും നടിച്ചു നടന്ന ഭാമ നോക്കി നിൽക്കെ സീതാരാമന്മാർ നേരെ പൂന്തോട്ടത്തിലേക്ക് പോയി. സീതാസമേതം തൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്നത് കണ്ട് മാരുതി പുളകിതനായി. ഗദ്ഗദത്തോടെ, ഭഗവാനെ ശ്രീരാമചന്ദ്ര, എത്ര നാളായി അടിയൻ അവിടുത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി അടുത്തു വന്ന് അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. കദളി വനത്തിൽ നിന്നും അടിയൻ ഇവിടെ എങ്ങനെയോ വന്നു ചേർന്നു. അത് ഭഗവാനെ കാണുവാനുള്ള അടിയൻ്റെ സുഹൃതമായി തീർന്നിരിക്കുന്നു. എന്നിട്ട് സീതാദേവിയെ നോക്കി, ഭവതി ദേവി, അവിടുത്തേക്ക് സുഖമല്ലേ? ഈ അഗതിയെ അമ്മ മറന്നോ? ഇങ്ങനെ പുലമ്പിക്കൊണ്ട് സീതാദേവിയുടെ തൃപ്പാദങ്ങളിലും അവൻ നമസ്കരിച്ചു. കൃഷ്ണൻ തൻ്റെ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഭക്തോത്തമ ആഞ്ജനേയ, നിനക്ക് ദർശനം നൽകുവാനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത്. എല്ലാവിധ മംഗളങ്ങളും നിനക്കുണ്ടാകട്ടെ. ത്രേതായുഗത്തിൽ നീ കണ്ട ശ്രീരാമൻ തന്നെയാണ് ഞാൻ. എങ്കിലും ഈ ദ്വാപരയുഗത്തിൽ എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ കൃഷ്ണനായി അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെ ത്രേതായുഗത്തിലെ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും ഒരാൾ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശംഖുചക്ര ഗദാ പത്മങ്ങളടങ്ങിയ 4 തൃക്കൈകളോടു കൂടിയ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം മറ്റാർക്കും കാണാത്ത വിധം അവന് കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ ഭഗവാൻ ആ രൂപം ഉപസംഹരിച്ചു. എന്നിട്ട് വീണ്ടും ശ്രീരാമനായി മാറി. ഹനുമാന് ബോധമുണ്ടായി. രാമനും കൃഷ്ണനും ഒന്നു തന്നെ എന്ന് ഹനുമാൻ വിശ്വസിച്ചു. ഹനുമാൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് തൊഴുതുകൊണ്ട് പുറകോട്ട് നീങ്ങി നീങ്ങി മറഞ്ഞു. രാമനാമം ജപിച്ചുകൊണ്ടാണ് ഹനുമാൻ മറഞ്ഞത്. അതിനുശേഷം രുക്മിണി തൻ്റെ അന്തഃപുരത്തിലേക്ക് പോയി. കൃഷ്ണൻ തൻ്റെ സ്വന്തം രൂപം ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ വീണുകിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബലരാമൻ്റെ ദേഹം തടവി തളർച്ചയും കേടുകളും പരിഹരിച്ചു. കൃഷ്ണ, അഹങ്കാരത്താൽ നിന്റെ മഹത്വം ഞാൻ മറന്നു കളഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബലരാമൻ സങ്കടപ്പെട്ടപ്പോൾ, ഒന്നുമില്ല ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ എന്നും എൻ്റെ ജ്യേഷ്ഠൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തവത്സലനായ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനെ സമാധാനപ്പെടുത്തി. അതിനുശേഷം ഭഗവാൻ ഗരുഡൻ വീണുകിടക്കുന്ന സ്ഥലത്തു ചെന്ന്, എന്താ ഗരുഡ, നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ ശരീരം തടവി അവൻ്റെ സകല ക്ലേശങ്ങളും തീർത്തുകൊടുത്തു. ഭഗവാനെ, അടിയൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലം അടിയൻ അനുഭവിച്ചു. അങ്ങ് ക്ഷമിക്കണമേ.
എപ്പോഴും അവിടുത്തെ കൃപ അടിയനിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഗരുഡൻ കൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണ് പലവട്ടം നമസ്കരിച്ചു. ഭഗവാൻ ഗരുഡനെ അനുഗ്രഹിച്ചു. ഭടജനങ്ങളുടെയും ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ ഭഗവാൻ പരിഹരിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണത്? നാരദർ. സത്യഭാമയ്ക്ക് നാണക്കേട് തോന്നി. ഗരുഡന് അഹങ്കാരം മാറി. ബലരാമനും അല്പം ബോധമുണ്ടായി. അങ്ങനെ 3 പേരുടെയും അഹങ്കാരം ഒന്നിച്ചവസാനിപ്പിച്ച ഭഗവാനെ നാരദർ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ മഹാത്മ്യം വാഴ്ത്തിപ്പാടി നാരദർ നൃത്തം ചെയ്തു. ഹരേ കൃഷ്ണ. ഇങ്ങനെയൊരു കഥ ഭാഗവതത്തിലുണ്ട്. നിങ്ങൾക്ക് ഈ കഥ മുമ്പ് അറിയാമായിരുന്നോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നാമം ജപിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.